നമസ്കാരം. വിരളിത്തരങ്ങളിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണവും ബ്രിട്ടന്റെ കുശുമ്പും. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മംഗല്യായാൻ യാത്രയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ഇപ്പോഴും ഇന്ത്യയോട് കുശുമ്പും അസൂയയും വെച്ചുകൊണ്ടിരിക്കുന്ന പലരും, ഈ BBC അടക്കം ഡെയിലി മെയിൽ അങ്ങനെ തുടങ്ങിയ പല പത്രങ്ങളും ആ റോക്കറ്റ് വിക്ഷേപണത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയുണ്ടായി. ഇന്ത്യ ഇപ്പോഴും ബ്രിട്ടന്റെ സഹായം നേടിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആകാശത്തോട്ട് റോക്കറ്റ് വിടുന്നതിന് പകരം നല്ല റോഡ് സൗകര്യങ്ങളും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും ഒക്കെ ഒരുക്കണമെന്നാണ് ബ്രിട്ടന്റെ ആവശ്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡെയിലി മെയിൽ വാർത്ത വന്നപ്പോൾ ഞാനത് വായിച്ചു. എനിക്ക് വളരെയധികം വേദന തോന്നി. നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ച് ഇത്ര ഹീനമായ രീതിയിൽ എങ്ങനെ ഇവർക്ക് എഴുതാൻ പറ്റി? ഇങ്ങനെ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ചേരികളെയും അതുപോലെ തന്നെ വില കുറഞ്ഞ നമ്മുടെ മറ്റു പല സംഭവങ്ങളും കാണിക്കാൻ ഇടവന്നു? ആ സംഭവം കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാരനായ ഒരു വ്യക്തി പറയുകയാണ്, നിങ്ങളുടെ ഇന്ത്യയിൽ നല്ല ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളില്ല, നല്ല ബസ്സുകളില്ല, യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യർക്ക് അവരുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കാതെ എന്തുകൊണ്ടാണ് മാർസിലേക്ക് റോക്കറ്റ് വിടാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ വിടുന്നത്? നിങ്ങളുടെ ഗവൺമെൻറ് എന്തിനു വേണ്ടി പൈസ എല്ലാം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു? ആദ്യം പോയി ജനങ്ങൾക്ക് അവർക്ക് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറയാം. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. ഒന്നാമത് ഞാൻ തലേദിവസം വാർത്ത വായിച്ചിട്ടിരിക്കുന്ന ഒരു ദേഷ്യം, സങ്കടം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിത്തെറിച്ചു. ബ്രിട്ടനിൽ ദാരിദ്ര്യമുള്ളവരും ദാരിദ്ര്യവാസികളുമില്ലേ? അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും അവിടെ എല്ലാം അടിസ്ഥാനപരമായ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ എന്തെങ്കിലും നടക്കുമ്പോഴേക്കും ഈ വികസിത രാജ്യങ്ങൾ എന്തിനാണ് ഇതൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നത്? ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതിയത് അനുകൂലിച്ചും പ്രതികൂലിച്ചും എൻ്റെ സുഹൃത്തുക്കൾ പല പ്രസ്താവനകളും നടത്തി. അതിൽ അനുകൂലിച്ച് പറഞ്ഞ ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതിയത് ശരിയാണ്. ഇന്ത്യയിൽ ഇത്രയേറെ ദാരിദ്ര്യവും ഇത്രയേറെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മയും അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ഇങ്ങനെയൊരു റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ആവശ്യവും എന്തായിരുന്നു ഇന്ത്യക്ക്? അത് ബ്രിട്ടീഷുകാർ ചോദിച്ചാൽ അവരുടെ അസൂയം കൊണ്ടാണെന്ന് വിചാരിക്കാം. അത് ഇന്ത്യക്കാർ അങ്ങനെ തന്നെ ചോദിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, വളരെ വിഷമമുണ്ട്. ശക്തമായി ഞാനതിനെ എതിർക്കുന്നു. കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ശാസ്ത്രരംഗത്ത് ഇന്ത്യ കൈവരിക്കേണ്ടുന്ന പുരോഗതികളും. എല്ലാ ആളുകളെയും ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അതേസമയം നമ്മുടെ സാങ്കേതിക വിദ്യകൾ നമ്മളെ കളിയാക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിൽക്കേണ്ടത് ഓരോ ഇന്ത്യൻ്റെയും ചുമതലയാണ്. ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ ബഹിരാകാശ യാത്രകളൊക്കെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ. ചൈന, പാകിസ്ഥാൻ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ കുശുമ്പും അസൂയമുള്ള പല രാജ്യങ്ങൾക്ക് മുമ്പിലും ഇന്ത്യ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കഴിവ് എന്താണ്, ഇന്ത്യയുടെ ബ്രെയിൻ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു ചാൻസാണ്. ഇതിനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് ദയവ് ചെയ്ത് ആരും കമ്പയർ ചെയ്യരുത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതും വേണ്ടതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഓൾസോ ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ഇതിനെ എതിർത്തവരോടൊരു വാക്ക്, ഒരിക്കലും ഒരു രാജ്യത്തെയും ദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തിട്ട് നമ്മൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിക്കാൻ കഴിയില്ല. അത് നടക്കാത്ത കാര്യമാണ്. എല്ലാം ഒന്നിനൊപ്പം നടന്നു പോകണം. അത് ഇത്രയേറെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് അഴിമതികളുണ്ട്, രാഷ്ട്രീയ പൊളിറ്റിക്സ് ഉണ്ട്. ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും ഒക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലേ? അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? ബ്രിട്ടൻ്റെ ഈ ചോദ്യത്തെ അനുകൂലിച്ചുകൊണ്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ശരിയാണ്, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, നമുക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ മാതൃരാജ്യം ഇത്തരത്തിലൊരു നന്മകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ഒരു സംഭവം ചെയ്യുമ്പോൾ എല്ലാവരും മറ്റുള്ള എല്ലാം മറന്ന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? 1000 കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നോർത്ത് വിഷമിക്കുന്നതിലും നല്ലത് ഒരു നല്ല കാര്യം ചെയ്തല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ?
അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് മാർസിലേക്ക് റോക്കറ്റ് വിടാൻ സാധിക്കുമോ? ഈ ഉള്ള ചോദ്യങ്ങൾക്ക് കൂടി ഇങ്ങനെ ചോദിക്കുന്നവർ എനിക്ക് ഉത്തരം തരേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ മറ്റു ചിലർ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഒരിക്കലും ഒരു കളർ ടി വി വാങ്ങിച്ചു കൊടുക്കത്തില്ല. അതിന് പകരം ഞാൻ അതല്ലായിരിക്കും ചെയ്യുന്നത്, ആദ്യം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയായിരിക്കും ചെയ്യുന്നതെന്ന്. അവരോടും എനിക്കൊരു വാക്ക്, വീടല്ല നാട്. നാടിന് ഒരുപാട് പരിമിതികളുണ്ട്. അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നല്ല ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രമാത്രം രാഷ്ട്രീയ അരാജകത്വം വാഴുന്ന, അല്ലെങ്കിൽ അഴിമതികൾ വാഴുന്ന ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന നല്ല സംഭവങ്ങൾ നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത്? എൻ്റെ രാജ്യം എന്നും എൻ്റെ രാജ്യമാണ്. അത് ലോകത്തെവിടെയായാലും, അമേരിക്കയിലായാലും, ഇംഗ്ലണ്ടിലായാലും, ഓസ്ട്രേലിയയിലായാലും, ഇന്ത്യ എന്നും ഇന്ത്യയാണ്. പെറ്റമ്മ പെറ്റമ്മ തന്നെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം തന്നെ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുന്ന പല രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇനി എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. അതിലേറെ നമ്മൾ ഓരോ ഇന്ത്യൻസിൻ്റെയും അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനിയും വളരണം, ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.